സാന്നിധ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക്, ദൈവ സാന്നിധ്യത്തിൻ്റെ തന്നെ ആഴങ്ങളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹർദവുമായ സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയും സാന്നിധ്യവും ബലവും കരുത്തുമൊക്കെ അനുഭവിക്കാൻ ദൈവം നമുക്കെല്ലാവർക്കും ഭാഗ്യം തന്നു. ഇന്നും കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ഒരുമിച്ച് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ആ സാന്നിധ്യം നമ്മുടെ ഈ പ്ലാറ്റ്ഫോം വിട്ട് മാറാത്തത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ കഴിയുക, ഉയരത്തിലെ ശക്തി അനുഭവിക്കാൻ കഴിയുക, ഉയരത്തിലെ ശക്തിയെക്കുറിച്ച് അന്വേഷിക്കുക, ഇതെല്ലാം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ദൈവം ഒരു വ്യക്തിക്ക് നൽകുന്ന, ആ അന്വേഷിക്കാൻ മനസ്സുള്ള, താല്പര്യമുള്ള, ഒരുക്കമുള്ള ഒരു വ്യക്തിക്ക് നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. ഉയരത്തിലെ ശക്തിയെക്കുറിച്ച് പത്രോസ് ആദ്യ നാളുകളിൽ അന്വേഷിച്ചിരുന്നില്ല. ആദ്യ നാളുകളിൽ ഉയരത്തിലെ ശക്തിയെക്കുറിച്ചേ അറിഞ്ഞിരുന്നില്ല. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുന്ന സമയം, സുവിശേഷങ്ങൾ പഠിക്കുന്ന സമയം, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല എന്ന് പറഞ്ഞ ജനമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുക, അതിനെക്കുറിച്ചൊരു ബോധ്യം നമുക്കുണ്ടാകുക എന്നുള്ളത്, അത് ദൈവം ഉയരത്തിൽ നിന്ന് നമുക്ക് തരുന്നൊരു ഗിഫ്റ്റാണ്. അപ്പോൾ പത്രോസ് ആദ്യ നാളുകളിലൊന്നും ദൈവശക്തിയെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. കർത്താവ് കൂടെ വരാൻ വിളിച്ചപ്പോൾ, യേശുവിൻ്റെ കൂടെ വരാൻ വിളിച്ചപ്പോൾ പത്രോസ് ചോദിച്ചത് എനിക്കെന്തോ കിട്ടും എന്നാണ് ചോദിച്ചത്. എനിക്കെന്തോ കിട്ടും. ഇന്ന് ഈ ശക്തി എൻ്റെ മേൽ വന്നാൽ എനിക്കെന്ത് കിട്ടും, എന്ത് കിട്ടുമല്ല, എനിക്കെന്ത് സംഭവിക്കുമെന്ന് നീ തിരിച്ചറിയാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഈ ശക്തി എൻ്റെ മേൽ വന്നാൽ, ഈ ശക്തി എൻ്റെ മേലൊന്ന് തൊട്ടാൽ എനിക്കെന്ത് സംഭവിക്കും എന്ന് നീ തിരിച്ചറിയാൻ പോകുക. വിശ്വസിക്കുന്നെങ്കിൽ മാത്രം ഒന്ന് പ്രതികരിച്ചു തുടങ്ങി. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിൻ്റെ ശക്തി കിട്ടാനുള്ളതല്ല, അത് അനുഭവിക്കാനുള്ളതാണ്. ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ചതിന് ശേഷം കിട്ടുമോ നോക്കാനുള്ളതല്ല, അത് പ്രവർത്തിക്കാനുള്ളതാണ്, യൂസ് ചെയ്യാനുള്ളതാണ്. ഹല്ലേലൂയ, ആമേൻ. എഫീസ്യർക്ക് എഴുതിയ ലേഖനങ്ങളുടെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത്. അതിനകത്ത് 7 ശക്തികളെക്കുറിച്ച്, വ്യാപരിക്കുന്ന 7 ശക്തികളെക്കുറിച്ച് നമുക്ക് വ്യക്തമായി പഠിക്കാനായി കഴിയുന്നുണ്ട്. വ്യാപരിക്കുന്ന 7 ശക്തികളെക്കുറിച്ച് നമുക്ക് വ്യക്തമായി പഠിക്കാൻ കഴിയുന്നുണ്ട്. അതിൽ നമുക്ക് ഓരോന്നായിട്ട് വളരെ വേഗത്തിൽ നമുക്ക് ഇന്ന് ചിന്തിക്കാം. കാരണം നമ്മുടെ 21 ദിവസത്തെ ടങ്സ് പ്രയർ ഈ നാളുകളിൽ നടക്കുകയാണല്ലോ. അതിനകത്ത് കൂടുന്ന എല്ലാ ദൈവമക്കളും ഇന്ന് ഇതിനകത്തുണ്ട്, യൂട്യൂബിലും ഉണ്ട്. നിങ്ങൾക്കത് ബ്ലെസ്സിങ് ആണോ എന്ന് ചോദിക്കുന്നത് ഇനി മോശമാണ്. കാരണം നിങ്ങൾ തന്നെ എന്നോട് ഇങ്ങോട്ട് ഓരോ ദിവസവും പറയുന്നുണ്ട്, പാസ്റ്ററെ ഒരു അസാധാരണ ബ്ലെസ്സിങ് ആണ് ഈ ടങ്സ് പ്രയർ എന്നുള്ളത്. ഞാൻ എന്തുവാ നിങ്ങളോട് പറയണ്ടേ? ഇതൊന്നും അല്ല. ഈ 21 ഡേയ്സിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ എത്തിക്കുമ്പോൾ വ്യത്യസ്തമായ തലങ്ങൾ തുറക്കും. ഹല്ലേലൂയ. എന്നോട് ദൈവം വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്, ഈ പ്ലാറ്റ്ഫോം, ഈ കാണുന്ന, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ, ഇതിനകത്തൊരു റിവൈവൽ ഉണ്ടാകും. ബറൂഫാന സബോഖോഷി. റിവൈവൽ ഉണ്ടാകുന്നതിൻ്റെ തെളിവ് എന്നാണെന്നറിയാവോ? അതിൽ 1-2 തെളിവുകൾ നിങ്ങൾ തന്നെ ഈ ടങ്സ് പ്രയറിൻ്റെ 12 ദിവസം അങ്ങോട്ട് കഴിയുമ്പോൾ, 12ാമത്തെ ദിവസം എത്തുമ്പോൾ, നിങ്ങൾ തന്നെ 13ാമത്തെ ദിവസം എത്തുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെസ്സേജ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത്, മീറ്റിങ്ങിൻ്റെ അവസാന സമയങ്ങളിൽ എന്തോ ഒരു ശക്തി വന്ന് ദേഹത്തടിച്ച് തെറിക്കുന്നത് പോലെ ഞാൻ തെറിച്ചു പോയി എന്ന് ചില ആൾക്കാർ പറഞ്ഞു. ഇന്നലെ കിട്ടിയൊരു ടെസ്റ്റിമണി എന്ന് പറയുന്നത്, പാസ്റ്റർ എന്താണെന്നറിയത്തില്ല, നിങ്ങളുടെ കൂടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അവസാന സമയം എത്തിയ സമയത്ത്, എന്തോ മെസ്സേജൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ലാസ്റ്റ് ടൈം എത്തിയ സമയത്ത് എന്തോ ഒരു ശക്തി എൻ്റെ മേൽ വന്ന് ഞാൻ ഇങ്ങനെ ചുറ്റി അന്യഭാഷ പറഞ്ഞ് ഞാനിങ്ങനെ വട്ടം കറങ്ങുമായിരുന്നു പാസ്റ്റർ. എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. വേറെ ആരോ പറഞ്ഞു എന്നെ എടുത്തെറിയുന്ന പോലെ തോന്നി. വേറൊരാൾ പറഞ്ഞു ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത എന്തൊക്കെയോ ഭാഷകൾ എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റാതെ എൻ്റെ അധരങ്ങൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. പാസ്റ്റർ ഇപ്പോഴും ഞാൻ പാസ്റ്ററോട് മെസ്സേജ് റെക്കോർഡ് ചെയ്യുന്നെങ്കിലും എൻ്റെ അകത്ത് എന്തോ ഒരാളിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു.
സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. റഫെ മഹോസറ്റിയബ, യേശുവിൻ്റെ നാമത്തിൽ ഉണർവ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ പുസ്തകങ്ങൾക്കകത്ത് അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ നോക്കാൻ പറ്റത്തില്ല. ഉണർവ് ദൈവം അയച്ചു കഴിഞ്ഞാൽ അതിന് വീണ്ടും ഒരു ലക്ഷണം കൂടെ പറയാം. എന്തിനാ എന്ന് എന്നോട് റെക്കോർഡ് ചെയ്ത ആളും എന്നോട് എന്തിനാന്ന് എനിക്കറിയത്തില്ല പാസ്റ്ററെ, നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് പ്രെയർ പഴയ സാധാരണ രീതിയിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വിങ്ങി കരയാൻ തോന്നി. അങ്ങനെ ഞാൻ വിങ്ങി കരഞ്ഞു. അത് പിന്നെ ഒരു വല്ലാത്തൊരു കരച്ചിലായി മാറി. പിന്നെ എനിക്ക് അടക്കാൻ പറ്റാതെ ഞാനിരുന്ന് കരയുകയാണ്. ഇതൊക്കെ ഉണർവിൻ്റെ ലക്ഷണമാണ്. ബാംഗ്ലൂരിൽ ഇലക്ട്രോണിക് സിറ്റിയിൽ ചെന്ന് ഹോപ്പിൻ ജീസസ് മിനിസ്ട്രീസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തന്നെ അവിടെയും കാണാൻ പറ്റത്തുള്ളൂ. ഉണർവിൻ്റെ സമയത്ത് എന്താ സംഭവിച്ചത് നിങ്ങൾ അവിടുത്തെ ദേവദാസന്മാരോട് വിളിച്ചു ചോദിച്ചാൽ ഇതേ കാണാൻ പറ്റത്തുള്ളൂ. ഒരു വശത്തിരുന്ന് കുറേ യൗവനക്കാർ കരയുന്നു, മറുവശത്ത് കുറേ പേര് അഭിഷേകം പ്രാപിക്കുന്നു, മറുവശത്ത് കുറേ പേര് എന്തൊക്കെയോ മനസ്സിലാകാത്ത ഭാഷകളിൽ സംസാരിക്കുന്നു, കുറേ പേര് ഡെലിവർ ആകുന്നു, കുറേ പേര് അഭിഷേകം പ്രാപിക്കുന്നു, കുറേ ആൾക്കാർ തുള്ളുന്നു. ഇത് ലോകത്തിന് നോക്കുമ്പോൾ പേക്കൂത്താണെന്ന് തോന്നും. പക്ഷെ ഉണർവ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കും തടയാൻ പറ്റത്തില്ല. ആ ശക്തിക്കകത്ത് ജീവിക്കാനാ താങ്കളെ പരിശുദ്ധാത്മാവ് ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ ആ ശക്തിക്ക് പൂർണ്ണമായിട്ടും പ്ലാറ്റ്ഫോം വിട്ടുകൊടുക്കുന്ന ഒരു റെവലേഷനാണ് ദൈവം എനിക്ക് തന്നിട്ടുള്ളത്. പരിശുദ്ധാത്മാവിന് പൂർണ്ണമായിട്ട് ഈ പ്ലാറ്റ്ഫോം വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കാവൂ എന്ന് ഒന്നാം നാൾ മുതൽ പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങൾ. ഹല്ലേലൂയ. അപ്പോൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പഠിക്കുമ്പോൾ ഈ ശക്തിയെക്കുറിച്ച് കാണാൻ പറ്റും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം ഇങ്ങനൊരു വചനം പറഞ്ഞു മൂത്ത് അതങ്ങ് വല്ലാത്തൊരു ലെവലിലാകുമ്പോൾ നമ്മൾ എന്തോ അന്യഭാഷ അതല്ല അതിനകത്ത് പറയുന്ന ശക്തി. അതിനകത്ത് പറയുന്ന ശക്തി എന്താണ്? ആ ശക്തി എങ്ങനെയാണ് നമ്മുടെ മേൽ പ്രവർത്തിക്കുന്നത്? നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം എന്താണ് അതിൽ 1-ാമത്തെ ശക്തി എന്ന് നോക്കിക്കേ. 1-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം. യൂട്യൂബിൽ എന്നെ കാണുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്കാർക്കെങ്കിലും ഞാൻ ഈ പറയുമ്പോൾ തന്നെ റെഫറൻസ് മൊബൈൽ ബൈബിളിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ അങ്ങനെ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ആ വചനം വായിച്ചുകൊണ്ട് തന്നെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വളരെ സഹായകരമായിരിക്കും. സൂമിൽ ഞങ്ങളെ കാണുന്ന ദൈവമക്കൾക്കും ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ, ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റത്തില്ല, ചാറ്റ് എനേബിൾ അല്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ ഇതിൽ ചെയ്താൽ മതി. യൂട്യൂബിൽ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തേ ദൈവമക്കളെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. സൂമി ഞങ്ങളെ കാണുന്ന ദൈവമക്കൾ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബൈബിൾ എടുക്കുക, എടുത്ത് തുറക്കുക. നമ്മൾ 2-3 റെഫറൻസേ പറയത്തുള്ളൂ. അതിനുശേഷം പ്രാർത്ഥിക്കാൻ പോവുക. കാരണം നമുക്ക് ഇന്ന് 9:30 മണിക്ക് വീണ്ടും ഒരുമിക്കാനുള്ളത് കൊണ്ട് ഒത്തിരി അങ്ങോട്ട് പോകാനുള്ള സമയമില്ല. പക്ഷെ ഞാൻ വലിയൊരു ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു. ഓക്കെ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം. 18 മുതൽ നമുക്ക് വായിക്കാം. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. അത് നിങ്ങൾക്കൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ശരിക്കും 15-ാമത്തെ വാക്യം മുതൽ വായിക്കണം. കാരണം അനുഗ്രഹത്തിനായിട്ടുള്ളൊരു 5 വിധ പ്രാർത്ഥനയെക്കുറിച്ചാണ് അത് പറയുന്നത്. അനുഗ്രഹത്തിനായിട്ടുള്ളൊരു 5 വിധ പ്രാർത്ഥന. ഞാൻ എന്തായാലും 15 മുതൽ അങ്ങ് വായിക്കാം. പെട്ടെന്ന് വായിച്ചു തീർക്കാം. അതു നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള ആമേൻ സകല വിശുദ്ധന്മാരോടുള്ള സ്തോത്രം, സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക്
തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാര ശക്തിയാൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഒന്ന് സ്തോത്രം ചെയ്തേ നിങ്ങളെല്ലാവരും. ഒന്ന് സ്തോത്രം ചെയ്തേ. പ്രാർത്ഥിക്കുന്നു. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതും എന്നറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നത് എന്നറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്, വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ലേഖനങ്ങളുടെ രാജ്ഞി വെളിപ്പെടുത്തുന്നു. എഫെസ്യ ലേഖനം വെളിപ്പെടുത്തുന്നു വ്യാപരിക്കുന്ന ദൈവശക്തി. നിങ്ങൾ ആ 19-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു. അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. നമുക്കൊരിടത്ത് കൂട്ടാൻ കഴിയാത്ത ഒരു ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. നമുക്ക് ലിമിറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. എപ്പോഴാണ് ശരിയായ നിലകളിൽ ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ശരിക്കും സ്പിരിച്വൽ ലാംഗ്വേജിൽ കണക്റ്റ് ആകുമ്പോഴാണ്. ശരിയല്ലേ? എസ്പെഷ്യലി നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതി, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, നമ്മുടെ ശബ്ദം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ആരാധന കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, കണ്ണുനീർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു വ്യത്യസ്ത അളവിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നു. എന്താണ്? നമ്മൾ ആ സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഏർപ്പെടുന്ന സമയം, സ്വർഗീയ ഭാഷകളിൽ നാം ദൈവവുമായി സംസാരിച്ചു തുടങ്ങുന്ന സമയം, നമുക്ക് ചില മേഖലകളിൽ നമ്മെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കാരണം സ്പിരിറ്റിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എന്നെ ഉയർത്തുന്നു. ഞാൻ നിൽക്കുന്ന ഭൂമിയിൽ നിന്ന് എൻ്റെ കാലുയരുന്നില്ല, പക്ഷേ എൻ്റെ ഭൂമിയിൽ നിൽക്കുന്ന എൻ്റെ ശരീരത്തിൽ നിന്നും എൻ്റെ ആത്മാവ് അടുത്തൊരു ഘട്ടത്തിലേക്ക് ഉയരുന്നു. അവൻ്റെ അളവറ്റ വലിപ്പത്തിലേക്ക് എന്നെ പരിശുദ്ധാത്മാവ് ഉയർത്തുന്നു. ക്രിസ്തീയ ജീവിതത്തിലെ ഒരു ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ഉയർച്ച ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളർച്ച ആഗ്രഹിക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ഭൂമിയിൽ നമ്മൾ നിൽക്കുന്നു, നമുക്കൊരു മാക്സിമം വളർച്ചയുണ്ട്. ഒരു 6 അടി എന്ന് പറയുന്ന ഒരു മാക്സിമം വളർച്ചയാണ്. അതിനപ്പുറം ഒരു വ്യക്തി വളരണമെന്ന് വെച്ചാൽ പിന്നെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ 6 സംതിങ് ഉള്ള ആൾക്കാരും കൂടെ ഒക്കെ ഉണ്ടാകും. എന്തായാലും 7 അടി 8 അടി 9 അടി 10 അടിയൊക്കെ ഇന്നത്തെ ഈ യുഗത്തിലൊക്കെ വളർച്ച ഒരു മനുഷ്യർക്കും ഇല്ല. 10 അടി പൊക്കമുള്ള മനുഷ്യനുണ്ടോ? എനിക്കറിഞ്ഞൂടാ. ഗിന്നസ് ബുക്ക് പരിശോധിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നില്ല, ഇനിയിപ്പം ഉണ്ടെങ്കിലും എനിക്കറിയത്തില്ല. എന്തായാലും അങ്ങനെ ഒരു വളർച്ച സാധ്യമല്ല. പക്ഷേ 4 അടിയുള്ളൊരു മനുഷ്യനും 5 അടിയുള്ളൊരു മനുഷ്യനും 6 അടിയുള്ളൊരു മനുഷ്യനും 10 അടി വേണമെങ്കിലും 20 അടി വേണമെങ്കിലും 100 അടി വേണമെങ്കിലും അവന് വളർച്ച സാധ്യമാകുന്നത് അവൻ്റെ സ്പിരിറ്റിലാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നിങ്ങൾ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ടാകും ചില കൊച്ചുമക്കൾ, 7 വയസ്സുള്ള 8 വയസ്സുള്ള മക്കളൊക്കെ, 6 വയസ്സുള്ള മക്കളൊക്കെ മൈക്ക് പിടിച്ചവർ സ്റ്റേജിൽ അതിശക്തിയോടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് മെസ്സേജ് കേട്ട സമയത്ത് അതിനൊക്കെ ഒരു കൊച്ചുകുട്ടി അവൻ എത്ര വയസ്സ് വരും? അവനൊരു 6 വയസ്സോ 7 വയസ്സോ അതിനപ്പുറം പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ ഹൈറ്റ് കണ്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവനെ വചനം പ്രസംഗിക്കുന്ന ഷാർപ്പ് എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ട് പ്രസംഗിക്കുകയാണ്. അതെന്താ? അവൻ തിയോളജി പഠിച്ചില്ല, അല്ലെങ്കിൽ അവൻ അത്രയും മെച്യൂർ അല്ല, അവൻ്റെ വയസ്സ് ചെറുതാണ്, പക്ഷെ അവൻ കർത്താവിനെ കുറിച്ചുള്ള മെച്യൂരിറ്റിയിൽ സംസാരിക്കുന്നത്. മൈ ഗോഡ്. ഞാനൊരു ദൂത് താങ്കളോട് പറയുകയാണ്. നിങ്ങൾക്ക് മക്കളുണ്ടോ? നിങ്ങളുടെ മക്കൾക്ക് സാധാരണ നിലവാരത്തിൽ നിന്നും ഒരു അസാധാരണ നിലവാരത്തിലേക്കാക്കി മാറ്റാൻ ദൈവശക്തിക്ക് കഴിയും. സുഹൃത്തെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളെ സാധാരണ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അളവിലേക്ക് വളർത്തുവാൻ ദൈവത്തിൻ്റെ ശക്തിക്ക് കഴിയും.
ഹല്ലേലൂയ. സാധാരണ പ്രാർത്ഥനകളിൽ നിന്ന് അസാധാരണമായ ഒരു പ്രാർത്ഥനയിലേക്ക് ഒരു വ്യക്തിയെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ശക്തിക്ക് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അതുകൊണ്ടാണ് പറയുന്നത് ആമേൻ, ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഞാൻ ഓർക്കുന്നു. പൗലോസിന്റെ പ്രാർത്ഥനയിൽ ഒരു കൂട്ടം ജനം അളവറ്റ വലിപ്പത്തിനകത്ത് എത്തണമെന്നുള്ളത് ആ മനുഷ്യന്റെ ദർശനത്തിൽ ഒന്നായിരുന്നു. ഒരാമേൻ പറഞ്ഞേ. പൗലോസിന്റെ പ്രാർത്ഥനയിൽ ഒരു മനുഷ്യൻ അളവറ്റ വലിപ്പത്തിൽ എത്തണമെന്നുള്ളത്. നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ വേറൊന്നിനു വേണ്ടിയും പ്രാർത്ഥിക്കേണ്ട. പൗലോസും വേറൊന്നിനു വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നില്ല. നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ നിങ്ങളെ ഓർത്തുകൊണ്ട് ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഇത് തന്നെ. എന്താ? അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി. ഈ ദൈവശക്തിയെക്കുറിച്ച് നമുക്ക് പ്രസംഗിക്കാം, പക്ഷെ ഇത് വിശ്വസിക്കുന്നവൻ്റെ മേൽ മാത്രമേ ആക്ടിവേറ്റ് ആകത്തുള്ളൂ. പ്രൈസ് ടു ജീസസ്. ദൈവശക്തി വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, ദൈവശക്തി വിശ്വസിക്കാതിരിക്കാം. ദൈവശക്തി പ്രസംഗങ്ങൾക്കകത്തുള്ളതാണെന്ന് വേണമെങ്കിൽ നമുക്ക് ധരിക്കാം, ദൈവശക്തി എനിക്കുള്ളതാണെന്ന് വേണമെങ്കിൽ ധരിക്കാം. ഈ ദൈവശക്തിയെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ആ ദൈവശക്തി ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടുവരും. ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തും. അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാര ശക്തിയാൽ. വ്യാപരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ചലിച്ചു ചെല്ലുക എന്നുള്ളതാ, വ്യാപരിച്ചു ചെല്ലുക എന്നുള്ളതാ. ഈ പ്രാർത്ഥന ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നത് മൈലുകൾ ദൂരെ നിന്നുകൊണ്ടാണ്, പക്ഷെ ഈ ശക്തി ചലിക്കുന്നത് മൈലുകൾക്കപ്പുറമാണ്. ഹല്ലേലൂയ. തിരുവനന്തപുരത്തിരുന്നു കൊണ്ട്, കേരളത്തിലിരുന്നു കൊണ്ട്, ഇന്ത്യയിലിരുന്നു കൊണ്ട് ഒരു വ്യക്തി പ്രാർത്ഥിച്ചാൽ, പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിൽ, അളവറ്റ വ്യാപാര ശക്തിയിൽ വിശ്വസിച്ചാൽ 10,000 ദൂരെയുള്ള രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ചലനങ്ങൾ ഉണ്ടാകും. ഇവിടെ പൗലോസ് യാത്ര ചെയ്ത് വന്ന ഓരോ വ്യക്തികളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് ഇത് അവരുടെ മേൽ നിക്ഷേപിക്കുന്നൊന്നുമില്ല. അദ്ദേഹം മൈലുകൾ ദൂരെ ഇരുന്നു കൊണ്ട് ഈ ലേഖനം എഴുതുമ്പോൾ, ഈ ലേഖനത്തിനകത്ത് പറയുന്നു, എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, ഞാൻ എഴുതുന്ന ഈ വ്യാപാര ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട്, ഞാൻ ഈ എൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതി വയ്ക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ ദൈവശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട്, ഈ ലേഖനം വായിക്കുന്ന, ഇത് വിശ്വസിക്കുന്ന, ഇത് മനസ്സിലാക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥന ഫലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഈ വചനത്തിൽ ഒരു പ്രവചനാത്മാവിൽ ഞാൻ സംസാരിക്കുന്നു, ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവശക്തിയിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, ആമേൻ, ഞാൻ ഈ തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് ഇത് ഞാൻ പ്രസംഗിക്കുമ്പോൾ, പ്രവചിക്കുമ്പോൾ, വിശ്വസിക്കുന്ന നിങ്ങളിരിക്കുന്ന രാജ്യത്തിൽ ഈ വലിയ ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം വെളിപ്പെടാൻ പോകുകയാണ്. സുഹൃത്തേ, നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത്, നിങ്ങൾ നോർത്ത് ഇന്ത്യയിലാണോ ഇരിക്കുന്നത്, നിങ്ങൾ ഏത് പ്രദേശത്താണ് ഇരിക്കുന്നത്, നിങ്ങൾ കേരളത്തിനകത്താണോ പുറത്താണോ, നിങ്ങൾ തമിഴ്നാടാണോ, നിങ്ങൾ ഏത് രാജ്യത്തിലാണോ, ആ ദേശത്തിൽ ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരത്തിന്റെ വലിയൊരു വലിപ്പം തന്നെ വെളിപ്പെടാൻ പോകുകയാണ്. ആമേൻ. 7 ശക്തികളിൽ ഒന്ന് വ്യാപരിക്കുന്ന ദൈവശക്തി, വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി. ഈ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ വ്യാപരിക്കുന്ന ദൈവശക്തിയിൽ ഒരു വ്യക്തി പ്രാർത്ഥിച്ചു തുടങ്ങും, അവന്റെ പ്രാർത്ഥനയിൽ ദൈവശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. ഈ വ്യാപരിക്കുന്ന ദൈവശക്തിയിൽ ഒരു വ്യക്തി വിശ്വസിക്കുകയും വ്യാപരിക്കുന്ന ദൈവശക്തിയിൽ അവൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ പ്രാർത്ഥനയിൽ ഈ ദൈവശക്തി വ്യാപരിക്കും. ഈ ദൈവശക്തി വ്യാപരിച്ചാലേ വിടുതലുള്ളൂ. അതും കൂടെ മനസ്സിലാക്കുക. ഈ ദൈവശക്തി വ്യാപരിക്കുന്നതിൽ ഇതൊരിടത്ത് മാത്രം ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ്. ചിലരെ നമ്മൾ എത്ര ഉത്സാഹിപ്പിച്ചാലും ഉത്സാഹിക്കത്തില്ല. അവർക്ക് എപ്പോഴും തന്നെയും പിന്നെ ഒരൊറ്റ മോഡേ ഉള്ളൂ, ഒരൊറ്റ മോഡേ അവർക്കുള്ളൂ. അവർക്ക് പിന്നെ ഒരു ഹൈക്കില്ല. ഈ പ്രയറിനൊരു സ്പൈക്ക് ഉണ്ട്, ആ ഒരു സ്പൈക്ക് അവരിലില്ല. അതെപ്പോഴും ഒരൊറ്റ റാ രീതിയാ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ദൈവശക്തിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വയലൻസ് പ്രയർ ഉണ്ട് കേട്ടോ. വയലൻസ് പ്രയർ,
ഒരു വയലൻ്റായിട്ട് പ്രാർത്ഥിക്കും. വയലൻ്റായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൊത്തം ഒരു സിംഹം പോലെ ആണെന്നല്ല ഞാൻ പറഞ്ഞത്. അവരുടെ പ്രയറിൽ ആ ഒരു സ്പൈക്കിന് വ്യത്യാസം വരും. ഇങ്ങനെ അതിങ്ങനെ അങ്ങനെ ഹയർ റേഞ്ച് കൂടിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ തുടങ്ങുന്ന രീതി അല്ല അതിൻ്റെ മധ്യം, അതല്ല പിന്നെ അതിൻ്റെ ഒടുക്കം വരെ കയറി പൊക്കോ. അതിൻ്റെ സ്പൈക്ക് ഇങ്ങനെ കയറി പൊക്കോണ്ടിരിക്കും. അതെന്താ? വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. നമ്മുടെ പ്രയറിൽ നമ്മൾ ആ വ്യാപരിക്കുന്ന ദൈവശക്തിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നോർമലായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും ഏതെങ്കിലും ഒരു മേഖലയെ കർത്താവ് വെട്ടടാന്ന് പറയുന്നത്. അതിനെ നോട്ടീസ് നമ്മുടെ സ്പിരിറ്റ് സെൻസ് ചെയ്യും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ പ്രയറിൻ്റെ ആ ഒരു ഗ്രാഫ് അങ്ങ് വർദ്ധിക്കും. പെട്ടെന്ന് നമ്മുടെ ശബ്ദം ഉയരും, ലാംഗ്വേജ് മാറും. ഓ മൈറ്റി ഫാദർ ഇൻ ദ നെയിം ഓഫ് ജീസസ്, അടുത്തൊരു തലത്തിലേക്ക് കയറും. അതൊരിക്കലും തുടങ്ങിയ രീതി ആയിരിക്കത്തില്ല. അതിൻ്റെ സ്പൈക്ക് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതാ വ്യാപരിക്കുന്ന ദൈവശക്തി. നീ നിന്റെ വീടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അന്തരീക്ഷത്തിൽ നിന്റെ സ്പിരിറ്റിൽ നിന്ന്, നിങ്ങളുടെ സ്പിരിറ്റിൽ നിന്നൊരു ദൈവശക്തി മൂവ് ചെയ്ത് ചെല്ലും. ആ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുവാൻ ആ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് കഴിയും. നിങ്ങളുടെ വീടിനകത്തിരുന്ന് സൈലൻ്റായിട്ട് പ്രാർത്ഥിക്കുകയായിരിക്കാം. പക്ഷെ സൈലൻ്റായിട്ട് നിങ്ങൾ വയലൻ്റായിട്ടും പ്രാർത്ഥിച്ചാൽ, സൈലൻ്റായിട്ട് ശബ്ദം ഉയർത്താതെ പോലും വയലൻ്റായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ആ ഒരു ലെവലിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആകാശമണ്ഡലങ്ങളിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ കടന്നു ചെല്ലും. ഒരു തലത്ത് ക്ലിയർ ചെയ്യേണ്ട കാര്യം ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് സ്പിരിറ്റ് അടുത്ത തലത്തേക്ക് കയറും. സ്പിരിറ്റ് അടുത്ത തലത്തിൽ കയറി അവിടെ ഹാൻഡിൽ ചെയ്യും. അവിടെ ഹാൻഡിൽ ചെയ്യുന്ന ചിലപ്പോൾ താഴത്തെ ഗ്രാഫിൽ, താഴത്തെ നിലയിൽ ഹാൻഡിൽ ചെയ്ത രീതി ആയിരിക്കത്തില്ല. ചിലപ്പോൾ നോർമൽ ആയിരിക്കും, ചിലപ്പോൾ ഹയർ ആയിരിക്കും. വ്യാപരിക്കുന്ന ദൈവശക്തി. ഇതാർക്കാ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇതെല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവർക്കല്ല. പ്രത്യേകം ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി. ഒന്ന് പോടാവുകയെ ഞങ്ങൾ വന്യഭാഷയെ പ്രാർത്ഥിക്കുന്ന വ്യക്തി തന്നെ എന്ന് പറഞ്ഞ് തർക്കിക്കുന്നവർക്കല്ല, ഇത് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി. ഓ മൈറ്റി ഫാദർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ വ്യാപരിക്കുന്ന ദൈവശക്തിയിൽ ഒരു വ്യക്തിക്ക് കയറി നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ സാത്താനിയ ശക്തികളോട് എതിർക്കാൻ കഴിയത്തില്ല. വ്യാപരിക്കുന്ന ദൈവശക്തിയിൽ ഒരു വ്യക്തി കയറി നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എളുപ്പമാണ് അവനെ ഊതിയാൽ മതി, അവൻ താഴെ വീഴും. അങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് താഴെ വീഴുന്നത്. വ്യാപരിക്കുന്ന ദൈവശക്തിയിൽ ദൈവത്തിന് ഒരു വ്യക്തിയെ കയറ്റണമെങ്കിൽ പോലും അവൻ ആ ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ വിശ്വസിക്കണം. ആ വിശ്വസിക്കുമ്പോഴാണ് ശരിക്കും അവനെ ദൈവത്തിന് അടുത്ത ഒരു തല കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ നമ്മുടെ പാർട്ടിസിപ്പേഷൻ പൂർണ്ണമായിട്ടും ദൈവത്തിന് ആവശ്യമാണ്. സമയം പോകുന്നു. രണ്ടാമത്തെ വാക്യം നോക്കിയേ. 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. 3-ാമത്തെ അധ്യായം എഫേസ്യർക്ക് എഴുതി എങ്ങനെ 3-ാമത്തെ അധ്യായം അതിൽ 7-ാമത്തെ വാക്യം 6 മുതൽ വായിക്കാം. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. ശക്തിയുടെ വ്യാപാരത്തെക്കുറിച്ച് ഇപ്പൊ പിടികിട്ടിയോ? ഈ ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയാൽ, നമ്പർ 1 ഈ ശക്തിയിൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ, നമ്പർ 2 ഈ ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയാൽ, ഒന്നും കൂടെ, ഈ ശക്തിയിൽ നാം വ്യാപരിക്കാൻ തുടങ്ങിയാൽ, നമ്പർ 2 ഈ ശക്തി വ്യാപരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീ ചിലത് സ്വീകരിക്കാൻ പ്രാപ്തനാകുന്നു എന്നർത്ഥം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഞാൻ ഇതെൻ്റെ അമ്മയുടെ ഗർഭാവസ്ഥ സമയത്ത് ഞാൻ പുറത്തേക്ക് വന്ന സമയം ഞാൻ കൊണ്ടുവന്നതല്ല, എൻ്റെ അപ്പൻ എനിക്ക് മേടിച്ചു തന്നതല്ല, എൻ്റെ പാസ്റ്റർ എൻ്റെ മേൽ പ്രാർത്ഥിച്ച് ഇമ്പാർട്ട് ചെയ്തതല്ല, എനിക്ക് ദൈവത്തിൻ്റെ ശക്തിയാൽ ലഭിച്ചതാണ്. ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയാൽ ലഭിച്ചതാണ്. മനസ്സിലായി? എനിക്ക് ലഭിച്ചതാണ്. നിങ്ങൾ നേടിയത് എന്തെങ്കിലും ഉണ്ടോ? ദൈവം നൽകിയതല്ലേ ഉള്ളൂ. നിങ്ങൾ പ്രാപിച്ചു എന്ന് പറയാൻ എന്തെങ്കിലും നമ്മൾ പറയാറുണ്ട്, എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ആണോ? അല്ല, പകർന്നതാ. ശരിയല്ലേ? പ്രാപിച്ചു. ഞാൻ ഉൾപ്പെടെ ഉള്ളവർ പറയാറുണ്ട് പ്രാപിച്ചേ. ഞാൻ പറയാറുണ്ട് പ്രാപിച്ചേ. പക്ഷെ അല്ല, നമുക്കത് ആ ഒരു വാക്ക് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് പറയുന്നതാ പകർന്നതാ. പകർന്നതാ.
ആ പകർച്ച സ്വീകരിക്കാൻ ഇന്ന് ആരെയൊക്കെയോ കർത്താവ് തൊട്ടുണർത്തുന്നുണ്ട്. ഇതിനകത്ത് ആ പകർച്ച സ്വീകരിക്കാൻ ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് തൊട്ടുണർത്തുന്നുണ്ട്. എന്തിനാ? നീ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാൻ കാരണം എന്നാന്നറിയാവോ? ഈ ദൈവശക്തിയുടെ വ്യാപാരത്തിന്റെ പ്രത്യേകത നിന്നെ പ്രാപ്തനാക്കും. നിങ്ങളെ പ്രാപ്തനാക്കും. അതുകൊണ്ട് പറയുന്നത് ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം അത്രേ പറ്റൂ. ഞാൻ ഇച്ചിരൂടെ ഒച്ചത്തി പ്രാർത്ഥിച്ചപ്പോൾ പറ്റില്ല. ഞാൻ ഇച്ചിരൂടെ അന്യഭാഷ കേറ്റി സംസാരിച്ചപ്പോൾ പറ്റില്ല. ഞാനൊരു 2 പാട്ട് കൂടുതൽ പാടിയപ്പോൾ പറ്റില്ല. ഞാനൊരു 2 പേർക്കും കൂടെ അന്നദാനം നടത്തിയപ്പോൾ പറ്റില്ല. ബൈബിൾ പറയുന്നു ശക്തിയുടെ വ്യാപാര പ്രകാരം. തീർന്നു. ശക്തിയുടെ വ്യാപാര പ്രകാരം. സഹോദര സഹോദരി, നീ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു അഭിഷിക്തനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച പ്രകാരം പറ്റില്ല. ഈ കാലഘട്ടത്തിൽ ദൈവം അതിശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്തൃദാസനെ നിങ്ങൾ പോയി കണ്ട് പ്രാർത്ഥിച്ച അതുപ്രകാരം പറ്റില്ല. ഇതെല്ലാം നിനക്ക് യൂസ് ആകുന്ന എപ്പോഴാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്റർനാഷണൽ ലെവലിൽ നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അപ്പോസ്തലന്മാരെ കൊണ്ട് കൈവെപ്പ് വാങ്ങിയത് പ്രകാരം പറ്റില്ല. ഹല്ലേലൂയ, പറ്റില്ല. സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം, ദൈവശക്തിക്കകത്ത് എനിക്ക് എന്നെ ഇട്ടുകൊടുക്കാതെ, ദൈവശക്തിക്കകത്ത്, സുവിശേഷത്തിനകത്ത്, ദൈവവചനത്തിനകത്ത്, ദൈവകൃപയ്ക്കകത്ത്, ദൈവേഷ്ടത്തിനകത്ത് എനിക്ക് എന്നെ ഡെപ്പോസിറ്റ് ചെയ്യാതെ, ഇൻവെസ്റ്റ് ചെയ്യാതെ, ഇതിനകത്തുനിന്നെല്ലാം മാറി നിന്നിട്ട് ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് കൈവെപ്പ് മേടിച്ചാൽ പ്രയോജനപ്പെടത്തില്ല. അത് പെൻഡിങ്ങിൽ കിടക്കും. എന്നിട്ട് ആ മനുഷ്യൻ ജീവിതത്തിന് കൊടുത്തൊരു വില നീ നിന്റെ ജീവിതത്തിന് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ നിന്റെ മേലൊരു ദൈവശക്തി ദൈവമായിട്ട് പകരും. ശേഷം അപ്പോസ്തലന്മാരുടെ കൈവെപ്പ് നിന്റെ ജീവിതത്തിൽ പ്രയോജനപ്പെട്ടു തുടങ്ങും. ആമേൻ. ഈ ദൈവശക്തിക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ എൻ്റെ ജീവിതത്തിനകത്ത് ക്രമീകരണം ആവശ്യം. ഈ ദൈവശക്തിക്കകത്ത് എനിക്ക് എന്നെ സബ്മിറ്റ് ചെയ്യാൻ എൻ്റെ ജീവിതത്തിൽ ശുദ്ധീകരണം ആവശ്യം. ഈ ദൈവശക്തിക്കകത്ത് എന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ എൻ്റെ ജീവിതത്തിനകത്ത് സമർപ്പണം ആവശ്യം. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ഈ ദൈവശക്തിക്കകത്ത് എന്നെ ഡെപ്പോസിറ്റ് ചെയ്യാൻ എൻ്റെ സ്വയത്തെ സ്വയ ജീവിതത്തെ, സ്വയം ഇച്ഛകളെ, സ്വയം ചിന്തകളെ വെടിഞ്ഞിട്ട് മാറ്റിയിട്ട് ക്രൂശിച്ചിട്ട് ക്രൂശിച്ചിട്ട് എന്നെ വിട്ടുകൊടുക്കാനുള്ള ഒരു തീരുമാനം ആവശ്യം. പ്രാർത്ഥിക്കുന്ന നിനക്ക് വായി ദൂഷണം വെക്കാൻ ഒക്കത്തില്ല, വിട്ടുകൊടുത്തേ പറ്റൂ. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ കുറ്റം പറയാൻ ഒക്കത്തില്ല, വിട്ടുകൊടുത്തേ പറ്റൂ. ദൈവശക്തി നിന്നെ വ്യാപരിക്കണമെങ്കിൽ, ദൈവശക്തി വ്യാപരിക്കണമെങ്കിൽ ശുദ്ധീകരണം ആവശ്യം. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ ശുദ്ധീകരണം ആവശ്യം. തേജസ് പ്രാപിക്കണമെങ്കിൽ ശുദ്ധീകരണം ആവശ്യം. ദൈവശക്തി വ്യാപരിക്കണമെങ്കിൽ ശുദ്ധീകരണം ആവശ്യം. Almighty God, ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ ഹോളിനെസ്സുമായി ഭയങ്കര ബന്ധമാണ്. ഈ മൈക്കിൽ ഈ സാധനം മാത്രം ഞാൻ പിടിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ശബ്ദം കേൾക്കത്തില്ല. ഈ താഴെ കണക്ട് ചെയ്തേക്കുന്ന ഈ കോഡും കൂടെ വേണം. കാരണം ഇതുമായിട്ട് ബന്ധമാണ്. ഇത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഈ സാധനം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. മനസ്സിലായോ? ദൈവത്തിന്റെ ഹോളിനെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ ശക്തി. ആ നിലവാരത്തിലേക്ക് എന്നെ ഉയർത്തുന്നതാണ് വ്യാപരിക്കുന്ന ദൈവശക്തി. ആമേൻ.
അതാ ഈ സുവിശേഷത്തിന്, ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച, അയ്യോ ഞാൻ വാങ്ങിച്ച, ഞാൻ ഉപവസിച്ച് പിടിച്ചു വാങ്ങിച്ച, നോ, എനിക്ക് ലഭിച്ച. ഞാൻ ഒരൊറ്റ ചോദ്യം അങ്ങോട്ട് ചോദിക്കുക, ഒറ്റ ചോദ്യം. നാളിന്ന് വരെ, ഈ പ്രായം വരെ തമ്പുരാൻ നിങ്ങളെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും സുരക്ഷിതമായി ആ കയ്യിലുണ്ടോ? സുരക്ഷിതമായി നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ? ചോർന്നു പോകാതെ, നഷ്ടപ്പെടുത്താതെ, കളഞ്ഞു കുളിക്കാതെ സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുണ്ടോ? സ്നാനമേറ്റിട്ട് ഇത്രയും വർഷമായി, അഭിഷേകം പ്രാപിച്ചിട്ട് ഇത്രയും വർഷമായി, കർത്താവ് ഏൽപ്പിച്ച ചെറുതെങ്കിലും വലുതുമായ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ? പൗലോസ് പറഞ്ഞു, സുവിശേഷത്തിന്റെ ശക്തിയിൽ, സുവിശേഷത്തിന്റെ ആ ശക്തിയുടെ വ്യാപാരപ്രകാരം എന്നിലേക്ക് പകർച്ചകളുണ്ടായി. ഓ മൈറ്റി ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. പകർച്ചകളുണ്ടായി, എന്നിലേക്ക് പകർച്ചകളുണ്ടായി. ദണ്ടടാ, ആരെയും കാണാൻ ക്യൂ നിൽക്കാതെ പകർച്ചകളുണ്ടായി. എവിടുന്നാ? സുവിശേഷത്തിന്റെ ശക്തിയിൽ നിന്ന്. പകർച്ച നിന്റെ വീടിനുണ്ടാകും. ഈ സുവിശേഷത്തിലേക്ക് നിന്റെ വീടിനെ നീ വിട്ടുകൊടുത്തേ, പകർച്ചയും ശക്തിയും വ്യാപാരവും അവിടെ ഉണ്ടാകും. നിന്റെ ലൈഫ് വിട്ടുകൊടുത്തേ, ഈ പകർച്ചയും ശക്തിയും വ്യാപാരം അവിടെ ഉണ്ടാവും. നിന്റെ ചിന്ത വിട്ടുകൊടുത്തേ, ദൈവശക്തിയുടെ വ്യാപാരം അവിടെ ഉണ്ടാവും. ഓ മൈറ്റി ജീസസ്, മൈറ്റി ജീസസ്, മൈറ്റി ജീസസ്, ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, നോക്കിയേ, എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ. ലഭിച്ചതെന്താ? ദൈവത്തിന്റെ കൃപയാ. ലഭിച്ചതെന്താ? ദൈവത്തിന്റെ കൃപയാ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഈ പ്ലാറ്റ്ഫോം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം ദൈവത്തിന്റെ കൃപാദാനമാണ്. എന്റെ പ്രാർത്ഥനയിൽ 3 വട്ടം ഞാൻ കേട്ട ദൈവശബ്ദമാണ് ഈ പ്ലാറ്റ്ഫോം. ഹല്ലേലൂയ, സ്തോത്രം. ഒത്തിരി മുടക്കങ്ങളും ഒത്തിരി തകർച്ചകളും ഒക്കെ ഇതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ ദൈവം വിട്ടുകൊടുത്തില്ല. കാര്യം എന്നാണെന്നറിയാമോ? ഇതിനടിസ്ഥാനമിട്ട ആൾ വേറെയാ. ഞാൻ ദൂത് പറയാ, നിങ്ങളെ വിളിച്ചിറക്കിയത് ദൈവമാണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു ശുശ്രൂഷയിൽ ഇന്നായിരിക്കുന്നെങ്കിൽ, നിങ്ങളെ വിളിച്ചാക്കിയത് ദൈവമാണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു സംരംഭത്തിൽ ഇന്നായിരിക്കുന്നു, നിങ്ങൾക്കത് ചെയ്യാൻ പറഞ്ഞത് ദൈവമാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ നിന്ന് ചെയ്ത കാര്യമാണെങ്കിൽ, ഇന്നത്തെ നിങ്ങൾ നോക്കരുത്, നാളെ ദൈവം അതിനൊരു വൻ വിജയമാക്കി മാറ്റും. ശുശ്രൂഷ ആണെങ്കിലും, അത് ബിസിനസ് ആണെങ്കിലും, അത് എന്ത് കാര്യമാണെങ്കിലും, അത് കൺസ്ട്രക്ഷൻ ആണെങ്കിലും, അത് മാരേജ് ആണെങ്കിലും, എന്താണെങ്കിലും ദൈവം അതൊരു വലിയ വിജയമാക്കി മാറ്റും. കാരണം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. അപ്പൊ ദൈവശക്തി ഒരു വ്യക്തിയെ അഡ്രസ് ഉള്ളവനാക്കി മാറ്റും. ഞാൻ ശുശ്രൂഷക്കാരനാക്കി തീർത്തു. എന്നെ ആരെയാ? പൗലോസിനെ. എന്നെ ശുശ്രൂഷകനാക്കി തീർത്തു. അപ്പൊ ദൈവശക്തി ഒരു വ്യക്തി അഡ്രസ് ഉള്ളവനാക്കും. ദൈവശക്തി ഒരു വ്യക്തിയെ പൊസിഷൻ ഉള്ളവനാക്കി മാറ്റും. ദൈവശക്തി ഒരു വ്യക്തിയെ തൊഴിലുള്ളവനാക്കി മാറ്റും. ആമേൻ. മനസ്സിലാവുന്നോ? ദൈവശക്തി കേവലം നമുക്ക് കൈകൊട്ടാനും പാടാനും ചാടാനും മാത്രമുള്ളതല്ലെന്ന് ഞാൻ പറഞ്ഞത്. ദൈവശക്തി കൃപ സ്വീകരിക്കാൻ, വ്യാപരിക്കുന്ന ദൈവശക്തിയിൽ ജീവിക്കാൻ, ശുശ്രൂഷകനാകാൻ, പ്രയോജനമുള്ളവനാകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുകയാണ്. ആമേൻ. സമയത്തിന് പോയി. അടുത്തത് നോക്കിയേ, 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ നോടി വന്നേ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം തന്നെ 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. അപ്പൊ ആത്മാവിനുള്ള ശക്തി, 3-ാമത്തെ ശക്തി, ആത്മാവിനുള്ള ശക്തി, മൈറ്റി ഫാദർ. ഇതെല്ലാം ആത്മാവിനുള്ളത് തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ഡിഫറൻറ്റ് സ്റ്റേജസ്, നമ്മുടെ സ്പിരിച്വൽ പവറിൻ്റെ ഡിഫറൻറ്റ് സ്റ്റേജസ്. സ്പിരിറ്റ് എങ്ങനെയൊക്കെയാണ് വ്യാപരിക്കുന്നതെന്നുള്ള വെറും 7 കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. 7 ശക്തി, 7 വ്യത്യസ്ത ഡൈമെൻഷനിൽ സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നു. അത്ര മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ 7 ലെവലിൽ നിൽക്കുന്നില്ല കേട്ടോ നമ്മുടെ സ്പിരിറ്റ്. 7 ലെവലിൽ നിൽക്കുന്നില്ല. എനിക്കും അറിഞ്ഞൂടാ അതിനെക്കുറിച്ച് പറയാൻ. അത് വാക്കുകൾക്കും വർണ്ണനകൾക്കും അതീതമാണ്. നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. എനിക്ക് ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പറ്റില്ല. കാരണം അതൊന്നും ഒരു പൂർണ്ണതയല്ല.
സ്തോത്രം. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയോ അംശമായത് മാത്രം എന്തൊക്കെയോ ഗ്രഹിക്കുന്നു, എന്തൊക്കെ നമ്മുടെ മേൽ നമുക്ക് ലഭ്യമാക്കി തരുന്നു. അതുകൊണ്ട് പറയുന്നു, അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. ഇതൊക്കെ വർണ്ണനകൾക്ക് അതീതമാണ്. ഇത് നമുക്കൊരു പ്രസ്ഥാനത്തിനകത്ത് ഒതുക്കി നിർത്താൻ പറ്റുന്നതല്ല ഈ ദൈവശക്തി. ഇതൊരു 1000 പേരോ 2000 പേരോ 1,00,000 പേർക്കകത്തോ നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റുന്നതല്ല ഈ ദൈവശക്തി. Almighty Father, in the name of Jesus. ആത്മാവിനുള്ള ശക്തി. അപ്പോൾ അതേ നോക്കി, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അപ്പോൾ ഇവിടെ ഒരു പാർട്ടിസിപ്പേഷനെ കുറിച്ച്, ഒരു പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവത്തിൻ്റെ ശക്തി എപ്പോഴും ഒരുക്കമുള്ളതാണ്. കാരണം ദൈവത്തിൻ്റെ ക്രിയേഷനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ക്രിയേഷനിൽപ്പെട്ട മനുഷ്യൻ, ദൈവത്തിൻ്റെ പ്രൊഡക്റ്റുകളായ മനുഷ്യനിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ മനുഷ്യന്റെ പാർട്ട്ണർഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പം നിങ്ങളൊരു സ്ഥാപനം നടത്തുന്നു, പാർട്ട്ണർഷിപ്പിലാണ് നടത്തുന്നത്. പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന സ്ഥാപനത്തിൽ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി നമ്മളൊരു പാർട്ടിക്ക് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ, പാർട്ട്നേഴ്സ് 2 പേരാണെങ്കിൽ 2 പേരുടെ സൈൻ അതിനകത്തുണ്ടാകണം. ബാങ്ക് അക്കൗണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 2 പേരുടെ സൈൻ അതിനകത്തുണ്ട്. 3 പേരാണെങ്കിൽ 3 പേരുണ്ടാവണം. ഇതിനകത്ത് ഒരു വ്യക്തിയുടെ സൈൻ ഇല്ല, ബാക്കി 2 പേരുടെ സൈൻ ഉണ്ട്, പുള്ളിക്കാരൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെന്ന് പറഞ്ഞ ചെക്ക് പാസ്സാവും. അത് നേരെ പോയിട്ട് ഒരൊറ്റ തട്ട് ഇങ്ങോട്ടേക്ക് തട്ട് ബൗൺസ് ആവും. ശരിയല്ലേ? അപ്പോൾ ഒരു സൈനിന് അത്രയും വാലിഡിറ്റി ഉണ്ട്, അത്ര വാല്യൂ ഉണ്ട്, അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ പാർട്ട്നേഴ്സ്, ദൈവരാജ്യത്തിൻ്റെ പാർട്ട്നേഴ്സാണ് ഞാനും നിങ്ങളും. ദൈവരാജ്യത്തിൻ്റെ പാർട്ട്നേഴ്സാണ് ഞാനും നിങ്ങളും. ദൈവരാജ്യത്തിൽ ദൈവം ശക്തമായി ഉറക്കമില്ലാതിരിക്കുന്നു. എപ്പോഴും ആർക്ക് വേണ്ടി വിശ്വസിക്കുന്ന ആരിലൂടെയും പ്രവർത്തിക്കാൻ ദൈവം ശക്തനായിരിക്കുന്നു. പക്ഷെ പാർട്ട്ണറായ ഞാൻ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ചെക്ക് പാസ്സാവൂല കേട്ടോ. ഒരൊറ്റ തട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തട്ട് ബൗൺസ് ആവും. ഹല്ലേലൂയ. നിന്റെ കൈയൊപ്പും കൈവെപ്പും ദൈവത്തിന് പ്രധാനമാണ്. നിന്റെ വിശ്വാസത്തോടു കൂടിയ കൈവെപ്പ് ദൈവത്തിന് പ്രധാനമാണ്. നിന്റെ വിശ്വാസത്തോടു കൂടിയ കൈയൊപ്പ് ദൈവത്തിന് പ്രധാനമാണ്. ഞാൻ ആത്മാവിൽ എനിക്കൊരു പ്രവചിക്കാൻ ഇങ്ങനൊരു നിയോഗം കർത്താവ് തരുന്നു. നീ വിശ്വാസത്തോടുകൂടെ നിന്റെ കൈകൾ കൊണ്ട് ചിലത് ചെയ്താൽ തമ്പുരാൻ അതിൻ്റെ മേൽ ആമേൻ പറയും. നീ വിശ്വാസത്തോടെ നിന്റെ കൈകൾ കൊണ്ട് ചിലരുടെ മേൽ വെച്ചാൽ സൗഖ്യമാകും. അതുകൊണ്ടല്ലേ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം എല്ലാം പറയുന്നത്, നിങ്ങൾ രോഗികളുടെ മേൽ കൈ വെച്ചാൽ, ഹേ പാർട്ട്ണർ ഓഫ് ദ കിങ്ഡം, നിന്നെ ദൈവം പാർട്ട്ണറായിട്ടാണ് കണ്ടേക്കുന്നത്. ദൈവരാജ്യത്തിന്റെ പാർട്ട്ണറാണ്. ഒരു പാർട്ട്ണർഷിപ്പിന് വേണ്ടി സ്വർഗം ആരെയൊക്കെയോ മോട്ടിവേറ്റ് ചെയ്യുകയാണ്, ആരെയൊക്കെയോ ഇൻസ്പയർ ചെയ്യുകയാണ്. ഈ മെസ്സേജ്, നിന്റെ കൈയൊപ്പും നിന്റെ കൈവെപ്പും ദൈവത്തിന് പ്രധാനമാണ്. നിന്റെ കൈ ശാപം പിടിക്കുന്ന കൈയാണെന്ന് ചിലർ പറയും. പക്ഷെ നിന്റെ കൈ സൗഖ്യത്തിന്റെ തീ കത്തുന്ന കൈയാണെന്ന് ദൈവം പറയും. നിന്റെ കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്താൽ നശിച്ചു പോകുമെന്ന് ചിലർ പറയും. പക്ഷെ നിന്റെ കൈ കൊണ്ട് ഒരുത്തന്റെ മേൽ വെച്ചാൽ അവൻ അനുഗ്രഹം പ്രാപിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയും, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയ ശാപമൊക്കെ പോയി. ആമേൻ. ഹല്ലേലൂയ. കിങ്ഡം ഓഫ് ദ ഹോളി സ്പിരിറ്റ്, കിങ്ഡം ഓഫ് ദ ഗോഡ്, ദൈവരാജ്യത്തിന്റെ പാർട്ട്നേഴ്സിന്റെ കൈയൊപ്പും കൈവെപ്പും ദൈവത്തിന് പ്രധാനമാണ്. നീ വിശ്വാസത്തോടുകൂടെ എന്തെങ്കിലും എഴുതി വെച്ച് പ്രാർത്ഥിച്ചാൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, അതിന്മേൽ ദൈവശക്തി വ്യാപരിക്കും. ദൈവരാജ്യത്തിന്റെ കൈകളായി നിന്റെ കൈകൾ സ്വർഗം മാറ്റും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവും. അതായിരിക്കും അങ്ങനെയൊക്കെ പറയുന്നേ. നീ വിശ്വാസത്തോടെ എഴുതി വെച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. കഴിഞ്ഞ ദിവസം എം എ വർഗീസ് അങ്കിളിന്റെ ഒരു മെസ്സേജ് ഞാൻ കേട്ടു. എം എ വർഗീസ് അങ്കിൾ പറയാണ്, വിദേശത്തു നിന്നൊരു കോൾ രാത്രി 2:30 മണിക്ക് അദ്ദേഹത്തിന് കോൾ വന്നു. അദ്ദേഹം ചാടി വീണ് ഫോൺ എടുത്തു. അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടൊരു ദൈവദാസന ഫോൺ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താ ഈ സമയം വിളിച്ചേ? പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കരുത്, നിങ്ങൾ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. എന്താ, നിങ്ങൾ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. കാരണം ഇനി എൻ്റെ ഭാര്യ ഒരു ഏറി വന്നാൽ ഒരു 5-10 മിനിറ്റും കൂടെ ഈ ഭൂമിയിൽ ഉണ്ടാകത്തുള്ളൂ. അത് കഴിഞ്ഞ് അവൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അതുപോലെ അവൾക്ക് വയറിനകത്തൊരു അസ്വസ്ഥതയുണ്ട്. ഡോക്ടേഴ്സും പറയുന്നു ബുദ്ധിമുട്ടാണെന്ന് പറയും. ഞാൻ കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സമയം ഒത്തിരി പോയി.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പാസ്റ്റർ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കണം. പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ എൻ്റെ ഭാര്യയെ വിടുവിക്കപ്പെടും. അദ്ദേഹം ഒരു ദൈവദാസനാണ്. എന്ത് ചെയ്തു? പാസ്റ്റർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, എന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വിളിക്കണം, 15 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വിളിക്കണം. 15 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വിളിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള മറുപടിയെ എന്നോട് പറയാവുള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, പോസിറ്റീവായിട്ടുള്ള മറുപടിയെ പറയാവുള്ളൂ. വ്യാപരിക്കുന്ന ദൈവശക്തിയെക്കുറിച്ച് പറയാനാ എനിക്കിത് ഓർമ്മ കർത്താവ് തന്നെ. ഇദ്ദേഹം ഇന്ത്യയിലിരിക്കുന്നു. അത് എനിക്ക് തോന്നുന്നു മിഡിൽ ഈസ്റ്റ് ആണോ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഓർമ്മയില്ല. ഏതോ രാജ്യമാണ്, അത്രേ അറിയാം, എനിക്ക് ഓർമ്മയില്ല. കുറച്ച് നാളായി മെസ്സേജ് കേട്ടിട്ട്. പാസ്റ്റർ നേരെ എഴുന്നേറ്റു പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അദ്ദേഹത്തിന് ഒരു പ്രവചനക്രിയ ചെയ്യണമെന്ന് തോന്നി. എന്താ അത്? തൊട്ടടുത്ത് നോക്കിയപ്പോൾ അവിടെ ഒരാൾ മരണത്തോട് മല്ലടിക്കുകയാണ്. ഓർമ്മയില്ല, വിളിച്ചിട്ട് അനങ്ങുന്നില്ല, കോൺഷ്യസ് അല്ല, വെള്ളം കുടിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, മരിക്കാൻ തയ്യാറായി കിടക്കുന്നു. അങ്ങനെ തന്നെയാണ് ആ മനുഷ്യൻ പറഞ്ഞത്. ഓക്കെ, എനിവേ ചാടി എഴുന്നേറ്റിട്ട് അവിടെ ഒരു കണ്ണാടി വെക്കുന്ന ഒരു കവർ ഇരുന്നു എന്നാണ് പാസ്റ്റർ പറയുന്നത്. കണ്ണാടി വെക്കുന്ന ഒരു കവർ ഇരുന്നു. അദ്ദേഹം ഒരു പ്രവചനക്രിയ ചെയ്യാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മിപ്പിച്ചു. ആ കണ്ണാടിയുടെ കവറിനെ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ ഇത് ഇന്ന വ്യക്തിയുടെ ഭാര്യയാണ്, ഞാൻ അങ്ങനെ സങ്കല്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സ്ത്രീ ഇപ്പോൾ എഴുന്നേൽക്കട്ടെ. കണ്ണാടിയുടെ കവർ നിവർത്തി വെച്ചു. ആമേൻ. വീണ്ടും ആ കണ്ണാടിയുടെ കവർ അവിടെ വെച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഇത് ആ സ്ത്രീയുടെ വയറായി ഞാൻ സങ്കല്പിക്കുന്ന ആ സ്ത്രീയുടെ വയറിൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ തൊടുന്നു. ഇപ്പോൾ ആ വയറിനകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ ഇന്ന വ്യക്തിയുടെ ഭാര്യ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. കണ്ണാടിയുടെ കവർ നിവർത്തി വെച്ചു. യേശുവിൻ്റെ നാമത്തിൽ ആ കണ്ണാടിയുടെ കവർ ഇങ്ങനെ അദ്ദേഹം തുറന്നു. പണ്ടത്തെ കവർ അറിയാമല്ലോ നിങ്ങൾക്ക്, ഇതുപോലത്തെ ബോക്സ് അല്ല, കണ്ണാടിയുടെ കവറാ. പണ്ടത്തെ കവർ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇങ്ങനെ ആക്കുമ്പോൾ തുറന്നു വരുന്ന കവർ. അപ്പം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന വ്യക്തിയുടെ ഭാര്യയുടെ വായി തുറക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം തുറന്നു. അങ്ങനെ അദ്ദേഹം പ്രവചനക്രിയകളിലൂടെ 5, 6, 7, 8, 10, 15 മിനിറ്റ് അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കോള് വന്നു. പറഞ്ഞു, പാസ്റ്റർ ഇത്രയും നേരം കണ്ണു തുറക്കാത്ത എൻ്റെ ഭാര്യ കണ്ണു തുറന്നു, റെസ്പോണ്ട് ചെയ്തു തുടങ്ങി. അവൾക്ക് മെഡിസിൻസ് പുതിയതായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പാസ്റ്റർ അത്ഭുതമായിരിക്കുന്നു. പ്രാർത്ഥിച്ചത് ബാംഗ്ലൂരിലിരുന്ന്, പ്രവർത്തിച്ചത് രാജ്യങ്ങളിലിരുന്ന്. പാസ്റ്റർ എം എ വർഗീസ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഫ്ലൈറ്റ് എടുത്ത് ഈ രാജ്യം വരെ വരണമെന്ന് പറഞ്ഞാൽ 10 മിനിറ്റിനകത്ത് അവിടെ എത്താൻ പറ്റുമോ? ആ കർത്താവിൻ്റെ അഭിഷിക്തനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ വിശ്വാസം, ആ ബോധ്യം, അങ്ങനെ ചെയ്യാൻ തോന്നിയത് പൊട്ടത്തരായിട്ട് തോന്നുന്നല്ലേ? ഇതൊക്കെ എന്തൊരു വട്ടുകളിയാന്ന് തോന്നുന്നല്ലേ? ആത്മപൂർണ്ണൻ പൂർണ്ണഭ്രാന്തന, ലൈക്ക് മീ ആത്മപൂർണ്ണൻ പൂർണ്ണഭ്രാന്തന. അവൻ ചിലപ്പോൾ കണ്ണാടി കവർ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചെന്നിരിക്കും. അവൻ ചിലപ്പോൾ വഴി കിടന്ന് പ്ലാവല എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു. അവൻ അപ്പോഴതേ കിട്ടും, അത് അവൻ്റെ ടൂള്. ഹല്ലേലൂയ. 10,25,000 പേര് നിരന്നിരുന്നപ്പോൾ നിങ്ങൾ നേരെ നികുഞ്ചത്തിൽ ഓർഡർ ചെയ്യും ഫുഡ് എന്ന് കർത്താവ് പറഞ്ഞില്ല. എന്തെങ്കിലും ഉണ്ടോടെ ആരുടെയെങ്കിലും കയ്യിൽ? പറഞ്ഞു, 3 അപ്പമേ ഉള്ളൂ. ജനം ഇത്രയുണ്ട്, കുഞ്ഞുങ്ങളും ഉണ്ട്, നല്ല കഴിക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളും ഉണ്ട്. കൊണ്ടുവന്നേ പറഞ്ഞുള്ളൂ. ദൈവാത്മാവ് നിന്നോട് ചോദിക്കുക, വല്ലതും ഉണ്ടോ ഇന്ന് എടുക്കാൻ? വിശ്വാസത്തിൻ്റെ ഒരു തരിയെങ്കിലും, ഒരു കണികയെങ്കിലും, ഒരു കണിക. നിങ്ങളുടെ വീട് ശൂന്യമാണോ സഹോദരി? നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും എണ്ണ എടുക്കാനുണ്ടോ? എണ്ണ എടുക്ക് കയ്യിൽ, പ്രാർത്ഥിക്ക് കൈവച്ച് ചെയ്യ്. നിങ്ങളുടെ ആത്മാവ് നിയോഗിക്കുന്നത് പോലെ. ഉപ്പെടുക്കാനുണ്ടോ? എടുക്ക് കയ്യിൽ. നിന്റെ കൈ ദൈവത്തിന് വേണം. എനിക്കറിഞ്ഞുകൊണ്ട് എന്നെ വ്യത്യസ്തമായ ഒരു നിലവാരത്തിൽ ഹോളി സ്പിരിറ്റ് കൊണ്ടുപോകുന്നു. നിന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തി ദൈവത്തിന് വേണം. ഒന്നുമില്ല പാസ്റ്ററെ, പച്ചവെള്ളമുണ്ടോ നിന്റെ വീട്ടിലെ? എടുക്ക് കയ്യില്, പ്രാർത്ഥിക്കുക. നീ അഭിഷിക്തനാണോ അഭിഷിക്തയാണോ ഓടേണ്ടാണോ എന്നൊക്കെ ദൈവം ചോദിക്കുന്നില്ലല്ലോ. ഇതൊക്കെ മനുഷ്യർക്കുള്ളതല്ലേ. പ്രാർത്ഥിക്കുക. ഇതിന്റെ വിശ്വാസം ദൈവസന്നിധിയിൽ വിലയേറിയത്. ആമേൻ. വിശ്വാസം ദൈവസന്നിധി വിലയേറിയത്. വിശ്വാസത്തോടെ ചിലതൊക്കെ ചെയ്യട്ടോ. ദൈവം വർദ്ധിപ്പിക്കും, ദൈവം ഉപയോഗിക്കും. ഇതുവരെ പൊട്ടാത്ത കെട്ടും പൂട്ടും ഒക്കെ നിങ്ങളുടെ ചെറിയ മനുഷ്യന്റെ വട്ടുകളി എന്ന് പറയുന്ന നമ്മുടെ ആത്മീയ പ്രവൃത്തിയിലൂടെ ദൈവം ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. വ്യാപരിക്കുന്ന ദൈവശക്തി. ബാംഗ്ലൂരിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, ആ രാജ്യത്തിൽ സൗഖ്യം നടന്നു, ഇന്നും ജീവനോടെ ഇരിക്കുന്നു. ഞാൻ ആ വ്യാപരിക്കുന്ന ദൈവശക്തിയെ കുറിച്ച് പറയാൻ അതൊന്ന് തൊട്ടു എന്ന് മാത്രം. നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്, ആ അഭിഷിക്തനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ അകത്തെ മനുഷ്യനിൽ അങ്ങനെ ഒരു ബോധ്യമാണ് ആ സമയം ഉണ്ടായത്. അദ്ദേഹം അത് ചെയ്തു. വലിയ വിടുതൽ നടന്നു.
എനിക്ക് 7 ശക്തി പറയണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ എന്തായാലും ഇത് വായിച്ചങ്ങ് വിട്ടേക്കാം. അടുത്ത ശക്തി എന്ന് പറയുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:2 സാത്താന്യ ശക്തികളെ കുറിച്ചാണ് പറയുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:2. ആമേൻ 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 ആമേൻ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ലോകത്തിന്റെ കാലഗതികളെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. സാത്താനെ അനുസരിച്ചു നടന്നു. എന്നാൽ ഇന്നതല്ല. വ്യാപരിക്കുന്ന 4ാമത്തെ ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. സാത്താന്യ ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. തിരിച്ചറിയണം. ഞാൻ ഏതിനനുസരിച്ചാണ് നടക്കുന്നത് തിരിച്ചറിയണം. 5ാമത്തെ ശക്തി ദൂതന്മാരുടെ ശക്തിയെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. 1-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. 21-ാമത്തെ വാക്യം. ആമേൻ ആമേൻ ആമേൻ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകലനാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറമായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുകയും ചെയ്യുന്നു. സകല വാഴ്ചയ്ക്കും അധികാരത്തിനും മീതെയാക്കി വെച്ച്. എന്താ സകല വാഴ്ച? സ്വർഗത്തിൽ ദൂതന്മാരുടെ വാഴ്ചകളുണ്ട്, സ്വർഗത്തിൽ ദൂതന്മാരുടെ ശക്തിയുണ്ട്, സ്വർഗത്തിൽ ദൂതന്മാരുടെ പൊസിഷൻസ് ഉണ്ട്. അതിൻ്റെ മുകളിലിരിക്കുന്ന യേശുവിൻ്റെ ശക്തി. അപ്പോൾ ദൂതന്മാരുടെ ശക്തിയും ഒരു ശക്തിയാണ്. കാരണം എല്ലാ സമയവും കർത്താവ് ഡയറക്റ്റായിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഏറിയ സമയത്തിലും കർത്താവ് ഡയറക്റ്റായിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, ദൂതന്മാരിലൂടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ദൂതന്മാരുടെ ശക്തിയെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. 3-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ നേരത്തെ വായിച്ചതിൽ തന്നെ ഉണ്ട്. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി, അതാണ് 6ാമത്തെ ദൈവശക്തി. 7ാമത്തെ ദൈവശക്തി, 7ാമത്തെ ശക്തി എന്ന് പറയുന്നത് ദ ലാസ്റ്റ് വൺ, എഫേസ്യർ ചാപ്റ്റർ 6:10. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിൻ്റെ ദുഷ്ടാത്മസേനയോടും അത്രേ. ദ ലാസ്റ്റ് വൺ, നാം പ്രാപിക്കേണ്ട ദൈവശക്തി. 7 ശക്തികൾ. 7 ശക്തികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചേ. ഇതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിലേ ബാക്കി 6 കാര്യങ്ങളുള്ളൂ. ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ ബാക്കി 6 കാര്യങ്ങൾ ജയകരമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ടു ജീസസ്. ആമേൻ. ദൈവശക്തിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത്രയും വലുതാണ്. ദൈവശക്തി ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോഴാണ് അവൻ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രകൃത്യാതീതമാകുന്ന ഒരു ജീവിതത്തിലേക്ക് അവൻ കാലുവെക്കാൻ, ചുവടുവെക്കാൻ തയ്യാറാകുന്നത്. ദൈവം നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിച്ച് ആ ദൈവശക്തിയെ നിങ്ങൾക്ക് സ്വീകരിക്കാം. കാരണം ആത്മീയ ജീവിതം വിജയകരമാക്കണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ പ്രധാനമാണ്. ആത്മീയ ജീവിതം വിജയകരമാക്കണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ പ്രധാനമാണ്. പ്രാർത്ഥിച്ച് ഈ ദൈവശക്തി ഇന്ന് നിന്റെ മേലൊന്ന് ആഞ്ഞടിക്കുകയാണെങ്കിൽ, ഈ ദൈവശക്തി നിങ്ങളുടെ മേൽ ആഞ്ഞടിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാവണം. വിശ്വാസത്തോടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറാകുക. വിശ്വാസത്തോടെ ചില കാര്യങ്ങൾ. ഒരു കണ്ണാടി കവർ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സ്ത്രീ ഉയർത്തെഴുന്നേറ്റു. നീ വിശ്വാസത്തോടെ നിന്റെ കരങ്ങൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദൈവം പ്രതിഫലം തരും. നീ വിശ്വാസത്തോടെ നീ വിതയ്ക്കുന്ന കാര്യങ്ങൾക്ക് തമ്പുരാൻ പ്രതിഫലം തരും. The message is coming from heaven. നീ വിശ്വാസത്തോടെ ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് തമ്പുരാൻ പ്രതിഫലം തരും. നീ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? നിന്റെ കരം ദൈവത്തിൻ്റെ പാർട്ട്ണർഷിപ്പിൻ്റെ കരമാണ്. അതിന്മേൽ ദൈവശക്തി അടിക്കും. ആരുടെയൊക്കെയോ പ്രെയർ ഡയറിയിലേക്ക്, പ്രാർത്ഥനാ വിഷയങ്ങളെ എഴുതിയ ഡയറിയിലേക്ക് ദൈവശക്തി അടിക്കുന്നു. ആരുടെയൊക്കെയോ ബൈബിളിന്റെ താളുകളിൽ എന്തൊക്കെയോ കുറിച്ചിട്ടിരിക്കുന്നത്, കുത്തിക്കുറിച്ചിട്ടിരിക്കുന്നത്, കണ്ണുനീർ കൊണ്ട് ബൈബിൾ നനയിച്ചിരിക്കുന്ന, കണ്ണുനീർ കൊണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ നനഞ്ഞിരിക്കുന്ന അതിലേക്ക് ദൈവശക്തി അടിക്കുന്നു.
rufa riko shahabakaya labakaya rutobogo sahabakatayaba. In the name of Jesus Christ. ഈ ശക്തി മാനുഷികമല്ല, ഈ ശക്തി സ്വർഗീയമാണ്. ഈ ശക്തി മാനുഷികമല്ല, ഈ ശക്തി സ്വർഗീയമാണ്. ഏതൊക്കെയോ പേപ്പറുകളുടെ മേൽ നീ വിശ്വസിച്ച് കൈവച്ച് പ്രാർത്ഥിക്കുന്ന പാസ്പോർട്ടാണോ മറ്റെന്തെങ്കിലും പേപ്പേഴ്സ് ആണോ, എന്തിന്റെ മേലാണെങ്കിലും വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്നത്തെ ദിവസം അലയടിക്കുകയാണ് സുഹൃത്തെ. കയറ് സ്വർഗീയ തലകളിലേക്ക് കയറ്. ഹോളി സ്പിരിറ്റ്, ഓ ജീസസ് നെയിം. ആമേൻ 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 ആമേൻ. ദൈവം നിന്നെ നിയോഗിക്കുന്നത് പോലെ മൂവ് ചെയ്യുക. റുഫബ ശന്തലബ ഏ ഗ്ലോറി യേശുവിന്റെ നാമത്തിൽ ആത്മീയ തലങ്ങൾ ചേഞ്ച് ആകുകയാണ്. പ്രാർത്ഥനയുടെ നിലവാരങ്ങൾ ചേഞ്ച് ആകുകയാണ്. ജീവിത നിലവാരം ചേഞ്ച് ആകുകയാണ്. നിന്റെ ജീവിതം ശൂന്യമാണെന്നും നിന്റെ ഭവനം ശൂന്യമാണെന്നും നിന്റെ ലൈഫേ ശൂന്യമാണെന്നും പാഴാണെന്നും ആരെങ്കിലുമൊക്കെ പറഞ്ഞു, നിങ്ങളും കൂടെ പാടിക്കാണും. പക്ഷേ നിന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തി ദൈവത്തിന് ആവശ്യം. വ്യാപരിക്കുന്ന ദൈവശക്തിയിലേക്ക് സ്വർഗം നിന്നെ കൈപിടിച്ച് ഉയർത്തുകയാണെങ്കിൽ, ഇന്ന് നീ ആമേൻ പറഞ്ഞ് ഞാൻ അടിയനിത എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കൊടുത്താൽ അവിടുന്ന് നിന്നെ പുതിയ ചില കാര്യങ്ങൾ ധരിപ്പിക്കാൻ പോകുകയാണ്. പ്രാർത്ഥിച്ചേ. വലിയൊരു ദൈവകൃപ ചലിക്കുന്നു. വലിയൊരു ദൈവകൃപ. പ്രാർത്ഥിക്കുക. ഷഹബ റിട്ടനമ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, റിട്ടനമ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, റിട്ടനമ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, റിട്ടനമ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഹോ റിട്ടൈബ റേഖമ തലബ. പ്രാർത്ഥിച്ചേ. ആരുടെയൊക്കെയോ ജീവിതത്തിലേക്ക് ദൈവശക്തി ആഞ്ഞടിക്കുന്നു. ഷബന റുഫാന ബഹ ലിബ്രോകോ സൽബഹതല ലിബർസോ റിഫാന ലിഖോനോ മോഹുഷലബയ Rufale bosha. Now in the Lamtuni Shahani Renaho Siaba Libraho Shaika Rufa Nehuse Losiha Namasaha Nukobo Rufanabaha Lifarbaha Logobohos Rufanaba Shana Rufena Bosha. യേശുവിന്റെ നാമത്തെ ദൈവശക്തി തൊടുന്നു. ചിലരെ ദൈവശക്തി തൊടുന്നു. യേശുവിന്റെ നാമത്തെ ദൈവശക്തി തൊടുന്നു. പരാജയങ്ങളിൽ നിന്ന് ജയത്തിലേക്ക് സ്വർഗം നിന്നെ എടുത്തുയർത്തുകയാണ്. പരാജയത്തിൽ നിന്ന് ജയത്തിലേക്ക് സ്വർഗം നിന്നെ എടുത്തുയർത്തുകയാണ്. നിന്നെ ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാഴ്ചയിലേക്ക് ദൈവമാക്കി തീർക്കാൻ പോകുകയാണ്. അത് എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണമെന്ന് പൗലോസ് പറഞ്ഞതുപോലെ നിന്നെ സ്വർഗമാക്കി തീർക്കുന്ന mighty Jesus name, in the powerful name of God. Mahatabo Sahendariam Terio ho Regal Tebo Sike Mauterio Tara Brightoriam Teriam Shadal Kamana. The powerful name of the Jesus. Oh Jesus, powerful. ആ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നു. അനുവദിക്കുക. വിട്ടുകൊടുക്കുക. Oh Jesus name. Oh Ramana Shamdare Yamamaziante Yalmaseria Hove. The glory Shanteria the radio Sibaro Shiteriam Teri. നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവ സാന്നിധ്യം, നിന്റെ മക്കളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, നിങ്ങളുടെ കൂട്ടാളിയോട് ഇടപെടുന്ന ദൈവത്തിന്റെ മനസ്സലിവ്, നിങ്ങളെ തൃക്കരങ്ങളിൽ എടുക്കുവാൻ തിരുമനസ്സാകുന്നവന്റെ അൻപുള്ള കരം,
ഈ ദൈവശക്തിയിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. യെസ്, യു ക്യാൻ. എപ്പോൾ നീ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് നിന്നെ വിട്ടുകൊടുക്കുന്നു, ഇത് ബുദ്ധിയുടെ ആരാധനയല്ല, ഇത് ആത്മാവിന്റെ ആരാധനയാണെന്ന് തിരിച്ചറിയുന്നു, ഇത് വ്യക്തികളിൽ നിക്ഷിപ്തമായിരിക്കുന്നതല്ല, ഇത് പരിശുദ്ധാത്മാവിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണെന്ന് തിരിച്ചറിയുന്നു, ആ സെക്കൻഡ് മുതൽ നിന്റെ ജീവിതം മാറി തുടങ്ങും. ഭൂമിയിൽ ആരെയും ദൈവത്തിന്റെ വേല പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചിട്ടില്ല, ഒരു മനുഷ്യനെയും ഇല്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഇരിക്കുന്നു. ദാഹിക്കുന്നവനിലേക്ക് അവൻ ഒഴുകുന്നു, ദാഹിക്കുന്നവനിലേക്ക് അവൻ ഒഴുകുന്നു. ഓ റസമായ ഹോ അശേ നാം ദേരിയോസി ശമനേദു ഹൃദരഗനെ അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. അപ്പാ, ഈ ജനത്തെ അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഞാൻ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. തിരുസാന്നിധ്യം ഈ മക്കളോടുകൂടെ ഇരിക്കട്ടെ. ഇവരെ ബലപ്പെടുത്തണേ അപ്പാ, ഇവരെ ശക്തീകരിക്കണേ. അടിയനല്ല, അങ്ങാണ് ഇവരോട് സംസാരിച്ച്. എൻ്റെ ശക്തിയല്ല, അങ്ങയുടെ ശക്തിയായി ഇതിൻ്റെ മധ്യത്തിൽ വെളിപ്പെട്ടെ. ഇത് തടയാൻ ദുഷ്ടശക്തികൾ ശ്രമിച്ചെങ്കിലും ആ ഇരുട്ടിൻ്റെ ദൂതന്മാരെ മുഴുവനും തകർത്തുകൊണ്ട്, നിഷ്ഫലമാക്കിക്കൊണ്ട്, ബഹിഷ്കരിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവേ, ഈ കൂട്ടായ്മയിലേക്ക് ഇറങ്ങി വന്ന നിന്റെ സ്നേഹത്തിന് നന്ദി അപ്പാ. നിന്റെ കരുണയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഡാഡി. ഈ സാന്നിധ്യം കുറഞ്ഞു പോകല്ലേ, ഈ കൃപ കുറഞ്ഞു പോകല്ലേ, ഈ ശക്തി കുറഞ്ഞു പോകല്ലേ അപ്പാ. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തിരുനാമം മാത്രം ഉയരണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് തൊട്ടിട്ടുണ്ട് നിങ്ങളെ, ദൈവം നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വലിയ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടിട്ടുണ്ട്. ഞാൻ തിരിച്ചറിയുന്നു. നിങ്ങളുടെ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ലഭ്യമാകുന്ന സമയം ഓരോന്ന് എടുത്തു വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളെ നേരിൽ കണ്ടുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇവിടുത്തെ സമയം നിങ്ങളൊന്ന് വിളിച്ച് കൺഫേം ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. സ്വർഗത്തിൻ്റെ മഹാസാന്നിധ്യം നിങ്ങളുടെ കൂടിയിരിക്കട്ടെ. നിങ്ങൾക്കുള്ളതിനെല്ലാം സ്വർഗത്തിലെ അപ്പൻ ധാരാളം 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 ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ നമ്മുടെ 9:30 മണിയാകുമ്പോൾ നമ്മുടെ ടങ്സ് പ്രെയർ ആരംഭിക്കും. താല്പര്യമുള്ള എല്ലാവരും ഇതേ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ നിശ്ചയമായിട്ടും ആ മീറ്റിങ്ങിലും ടങ്സ് പ്രെയറിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ദൈവം നിങ്ങളെ ശക്തീകരിക്കും, സഹായിക്കും, ബലപ്പെടുത്തും. അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണുന്നത് വരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.